ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്നും സിന്തറ്റിക് ലഹരികൾ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിമിനലുകളുമായുള്ള ബന്ധം പോലീസ് സേനയ്ക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് നിന്ന് ബുധനാഴ്ച തിരികെ എത്തിക്കുവാൻ നീക്കം. സ്പേസ് എക്സ് ക്രൂ 10 ദൌത്യസംഘം ISS-ൽ പ്രവേശിച്ചു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് മന്ത്രി V. അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. ചിറ്റിശ്ശേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വിഭാഗം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരികൾ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വലിയ തോതിൽ ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക. ഇതിന് ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി, ആ വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം, പ്രായപൂർത്തിയാകാത്ത ആളുമാകാം. പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് ലഹരി മാഫിയ പല വഴിയിലൂടെ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് നാടിൻ്റെ അനുഭവം. ആ വ്യക്തി ലഹരിക്കടിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ലഹരിക്കടിമപ്പെട്ടവരെ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമാക്കേണ്ടത്. പ്രായപൂർത്തിയാകാത്തവർക്കിടയിൽ ലഹരി മാഫിയ കേന്ദ്രീകരിക്കുകയാണ്. ലഹരിക്കടിമയാകുന്ന അത്തരക്കാരെ അതിൽ നിന്ന് മുക്തരാക്കി തിരികെ കൊണ്ടുവരണം. സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിയ കാലമാണ്. പോലീസിലെ ചില സേനാംഗങ്ങൾ അത്യപൂർവമായി തെറ്റായ രീതിയിൽ പെരുമാറുന്നു. സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂടുകയോ അത്തരത്തിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന് പ്രതീതി സൃഷ്ടിക്കുകയോ പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല. അനാശാസ്യ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടവരരുത്. സേവനമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പഴയകാലത്ത് സബ് ഇൻസ്പെക്ടർമാർ പുതുതായി ചേർന്നാൽ താൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് കാണിക്കാനുള്ള ചില വിദ്യകൾ കാണിക്കാറുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നാദ്യമേ മനസ്സിലുണ്ടാകണം. സേവനമാണ് ഏറ്റവും പ്രധാനം. അധികാരത്തിൻ്റെ ശേഷി കാണിക്കലോ അതിൻ്റെ ഭാഗമായി സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കലോ അല്ല പോലീസിൻ്റെ കടമ എന്ന് നാം കാണുന്നു. DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ, തൃശൂർ റേഞ്ച് IG ഹരിശങ്കർ, മേയർ MK വർഗീസ്, P. ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ചടങ്ങിൽ ട്രോഫികൾ സമ്മാനിച്ചു. TCV ന്യൂസ്, തൃശൂർ. സബ് ഇൻസ്പെക്ടറായി പരിശീലനം പൂർത്തിയാക്കിയ അച്ഛന് പോലീസ് വേഷമണിഞ്ഞെത്തിയ 6 വയസ്സുകാരൻ മകന്റെ ബിഗ് സല്യൂട്ട്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിലാണ് കൗതുകകരമായ കാഴ്ച അരങ്ങേറിയത്. ISRലെ താൽക്കാലിക ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി കിരണാണ് SI സെലക്ഷൻ ലഭിച്ചതോടെ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയത്. MTech ബിരുദധാരിയായ കിരൺ നേരത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. പരിശീലന കാലയളവിൽ വീട്ടിലേക്ക് അയച്ചു നൽകിയിരുന്ന ഫോട്ടോകൾ കണ്ടാണ് മകൻ മാനവിന് പോലീസ് വേഷം ധരിക്കാൻ മോഹമുയർന്നത്. മകന്റെ ആഗ്രഹം സഫലീകരണത്തിന്റെ ഭാഗമായാണ് അച്ഛന്റെ പരിശീലനം പൂർത്തിയാക്കുന്ന ദിനം
മകൻ മാനവിനെ കാക്കി യൂണിഫോം അണിയിച്ച് അമ്മ അഞ്ജനയും മുത്തശ്ശനും അക്കാദമിയിൽ എത്തിച്ചത്. ഒരു പ്രൗഡിയായിരുന്നു മോനെ കണ്ടപ്പോഴേ. ആ യൂണിഫോമിൽ മോനെ കണ്ടപ്പോൾ തീരെ പ്രതീക്ഷയില്ല. ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പരേഡ് കഴിഞ്ഞിട്ട് ഇവരെ തിരയായിരുന്നു. ഇവരെങ്ങനെയാ എക്സ്പെക്ടേഷന്, ഇവരെങ്ങനെയാ വരുവാന്നേ. കുറേ തപ്പി, കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഇവരെ കാണാൻ ഏറ്റവും ലേറ്റായി. ഓനിപ്പം പോലീസ് ആവണമെന്നാ ആദ്യം. ഇപ്പം തുടങ്ങിയ ആഗ്രഹങ്ങളാണ് പോലീസ് ആവണം എന്നുള്ള രീതിയിലുള്ള സിനിമകളും കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഫോട്ടോസും കാണിക്കലുണ്ട്. ഞങ്ങൾ കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ് മോന്. പരേഡിലെ സേനാംഗങ്ങളുടെ മാർച്ച് സമയത്ത് മുത്തച്ഛന്റെ തോളിലിരുന്ന് തന്റെ അച്ഛന് മാനവ സല്യൂട്ട് നൽകുന്ന കാഴ്ച മറ്റു സേനാംഗങ്ങൾക്കും പ്രചോദനമായി. പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കി പരേഡ് ഗ്രൗണ്ടിലെത്തിയ കിരൺ തന്റെ മകനെ വാരിപ്പുണർന്നാണ് സ്നേഹം പങ്കുവച്ചത്. TCB ന്യൂസ്, തൃശൂർ. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികൻ യൂജീൻ ബുച്ച് വിൽമോറും ഉടൻ തിരിച്ചെത്തും. ഇരുവരെയും തിരികെ എത്തിക്കുവാനുള്ള സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ 10 ദൌത്യം വിക്ഷേപിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലൈൻ, നിക്കോൾ അയേഴ്സ്, ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തക്കുയ ഒനീഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് ക്രൂ 10 ദൌത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. ഈ 4 സംഘത്തിന് ISSന്റെ നിയന്ത്രണം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും 19-ാം തീയതി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഷീല സണ്ണിയുടെ മൊഴി ഞായറാഴ്ച രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തത്. ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. കൊരട്ടി CI അമർതരംഗനും അന്വേഷണ സംഘത്തിലുണ്ട്. ഷീല സണ്ണിയുടെ ചാലക്കുടിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുത്തത്. ഷീലയുടെ ഭർത്താവ് സണ്ണിയിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം ഷീലയുടെ മകൻ സംഗീതിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചുവെങ്കിലും ഇയാൾ എത്തിയിരുന്നില്ല. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. ഷീല സണ്ണിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഷീല സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്ന കേസിൽ 72 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കേസ് വ്യാജമെന്ന് കണ്ടെത്തുകയും ഷീല സണ്ണി പുറത്തിറങ്ങുകയും ചെയ്തത്. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷീല കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് അന്വേഷണം എക്സൈസിൽ നിന്ന് പോലീസിന് കൈമാറിയത്. കുട്ടികളെ ലഹരി പോലുള്ള മറ്റ് ഭീകര മേഖലകളിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാനപരമായി കായിക മേഖലയെ വളർത്തിയെടുക്കാനായി അടുത്ത വർഷം മുതൽ സ്കൂൾ തലത്തിൽ കായിക പാഠപുസ്തകങ്ങൾ കൊണ്ടുവരും. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം IM വിജയന്റെ പേരിൽ ഒരുങ്ങുന്നുണ്ടെന്നും തൃശൂർ ജില്ലയിൽ 25ഓളം കളിക്കളങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടതുണ്ട്. നല്ലൊരു മൈതാനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, PTA പ്രസിഡന്റ് UK ഗോപാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് MS സ്മിത, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഉപജില്ലാ AEO KV അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ രണ്ടാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബഡ്ജറ്റിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്. 8 ലൈനുകളുള്ള ഫുൾ PU സിന്തറ്റിക് ട്രാക്കാണ് ഫിഷറി സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജമ്പ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്.
TCV ന്യൂസ് കയ്പമംഗലം. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിഡ്സ് പാഠപുസ്തകങ്ങളുടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായിക രംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുന്നതിന് PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിലുള്ള PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള 5 കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കും. ഇത് പല കോളേജുകളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ EPM അഷ്റഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം VT പറമ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, മലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിത ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ട് വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചിറ്റിശ്ശേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം. 6 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. പനി ബാധിച്ചവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ശുചീകരണം തുടങ്ങി. പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി, പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത്, നിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവർ സംസാരിച്ചു. സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ OG മായ, അരുൺ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യവകുപ്പിന്റെ കൊതുക് സാന്ദ്രതാ പഠനത്തിൽ ഹൈറിസ്ക് ഏരിയ ആയതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും കൊതുക് വളരുവാൻ സാഹചര്യം സൃഷ്ടിക്കുന്നവരുടെ പേരിൽ കേസെടുക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി തിങ്കളാഴ്ച നടക്കും. ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവബലി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് അതിസങ്കീർണമായ താന്ത്രിക ചടങ്ങായ ഉത്സവബലി. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവബലി നടക്കും. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികൊട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. എല്ലാ ദേവഗണങ്ങൾക്കും പൂജയോടുകൂടി ഭഗവാനെ സാക്ഷി നിർത്തിയാണ് ബലി തൂവുക. തന്ത്രി ചേതാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഉത്സവബലിക്ക് 33 കോടി ദേവന്മാരും എത്തുമെന്നാണ് സങ്കല്പം. ഉത്സവബലി ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്തണം. ഈ പുണ്യസമയത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന് ഉദ്ദേശിച്ച് പക്ഷിമൃഗാദികൾക്കും അന്നം നൽകും. ഉത്സവബലിക്ക് ദേശപകർച്ചയാണ്. ദേശപകർച്ചയ്ക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടമാണ് നൽകുക. ഉത്സവബലി നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി കായൽപുരക്കിൽ വീട്ടിൽ 32 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ധൻബാദ് ആലപ്പി ട്രെയിൻ കടന്നുപോകുന്നതിനിടയിലാണ് മരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. വടക്കാഞ്ചേരി SI PV പ്രദീപ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് SI ഷമീർ KA എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനത്ത് കരിയില കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ വയോധിക മരിച്ചു. കൊറ്റംകുളം കിഴക്ക് ഐനിക്കൽ മാമന്റെ ഭാര്യ 83 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടുപറമ്പിലെ ചപ്പുചവറുകൾ വാരിക്കുട്ടി കത്തിക്കുന്നതിനിടയിലാണ് ഇവർക്ക് പൊള്ളലേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്.
കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. ആളപായമില്ല. വീട്ടു സാധനങ്ങളെല്ലാം കത്തിനശിച്ചു. വഴിയമ്പലം പടിഞ്ഞാറ് ചന്ദ്രപുരയ്ക്കൽ വിനീഷിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഷീറ്റ് മേഞ്ഞ വീടിന്റെ ഒരു മുറിയാണ് കത്തിയത്. ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻ, ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ, 20,000 രൂപ എന്നിവയും കത്തിനശിച്ചു. സംഭവം അറിഞ്ഞ് ഇ ടി ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, കയ്പമംഗലം പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് കടന്നൽ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈശ്വരമംഗലത്ത് ഹരിലാൽ, കടവിൽ വീട്ടിൽ മുഹമ്മദ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. അഴീക്കോട് ജെട്ടിക്ക് സമീപത്തായിരുന്നു സംഭവം. കടന്നൽ കുത്തേറ്റയുടൻ ഹരിലാൽ പുഴയിൽ ചാടിയെങ്കിലും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കര കൊണ്ടാഴി കരുവാൻപടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഏലംകുളം വീട്ടിൽ മോഹനൻ മകൻ 20 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മഹേഷിനെ പരിക്കുകളുടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ജീവനക്കാരനാണ് അപകടത്തിൽ മരിച്ച ഗോകുൽ. പാലട പായസം ഉണ്ടാക്കി വിറ്റഴിച്ച് ജീവിതത്തിൽ വിജയഗാഥ രചിക്കുകയാണ് എറവ് സ്വദേശിനിയായ വീട്ടമ്മ. കഴിഞ്ഞ 9 വർഷമായി പാലട പായസം ഉണ്ടാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിക്കുന്ന ഈ വീട്ടമ്മയ്ക്ക് സ്വന്തം സംരംഭത്തിലൂടെ 20-ലേറെ പേർക്കാണ് തൊഴിൽ നൽകാനായത്. എറവ് സ്വദേശിനിയായ ബിന്ദു എന്ന വീട്ടമ്മയാണ് എല്ലാ ദിവസവും കടകളിലേക്ക് പാലട പായസം ഉണ്ടാക്കി നൽകി സംരംഭം വൻ വിജയമാക്കിയത്. ബിന്ദുവും ഭർത്താവ് റിജോയും കൂടി 2016-ലാണ് പാലട പായസം ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചത്. പ്രത്യേക ഉത്സവ സീസണുകളിൽ മാത്രം വിപണി ഉണ്ടായിരുന്ന പാലട പായസം കടകളിൽ ദിവസവും ലഭ്യമാകാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ ഏറി. ഏതാനും ജോലിക്കാരെ വെച്ച് ആരംഭിച്ച പാലട പായസം പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കാൻ റിജോയായിരുന്നു മുൻപിൽ. ഒപ്പം വട്ടയപ്പം, കിണ്ണത്തപ്പം, അട, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, വെളിച്ചെണ്ണപ്പം തുടങ്ങിയ നാടൻ പലഹാരങ്ങളും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. 4 വർഷം മുൻപ് റിജോ മരിച്ചതോടെ പായസ നിർമ്മാണത്തിന്റെ ചുമതല പൂർണ്ണമായും ബിന്ദുവിനായി. വിദ്യാർത്ഥികളായ മക്കളുടെ പഠനകാര്യങ്ങൾക്കൊപ്പം പായസ നിർമ്മാണത്തിലും ബിന്ദു അതീവ ശ്രദ്ധാലുവായി. ദിവസവും പുലർച്ചെ 3:30-ക്ക് ബിന്ദു വീടിനോട് ചേർന്നുള്ള പാചകമുറിയിൽ എത്തും. സഹായികളായി ജോലി ചെയ്യുന്ന സ്ത്രീകൾ 5:30-ക്ക് എത്തുന്നതുവരെ അവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യും. 2016-ലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥാപനം ആരംഭിച്ചത്. 2021 എൻ്റെ ഹസ്ബൻഡിൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ തനിയെ ഇത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അടുത്ത പ്രദേശത്തുള്ള ഒത്തിരി സ്ത്രീകളെ ഇതോടുകൂടി ജോലി കൊടുത്തുകൊണ്ട് കൂടുതൽ ഈ സംരംഭം ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. 10 വനിതകളും 4 പുരുഷന്മാരുമാണ് ഇവരുടെ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലയിൽ ജോലിയെടുക്കുന്നത്. ഉണ്ടാക്കുന്നവ കടകളിൽ എത്തിക്കാനായി 8 പേർ വേറെയുമുണ്ട്. രാവിലെ 9:30-യോടെ പാക്കിംഗ് കഴിഞ്ഞ് സാധനങ്ങൾ കടകളിൽ എത്തിക്കാനായി ഏതാനും ജീവനക്കാർ പോകും. ബിന്ദുവടക്കമുള്ള മറ്റുള്ളവർ പിറ്റേന്നേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാകും. പിന്നെ പാലട പായസത്തോടൊപ്പം ഇവർ നിർമ്മിക്കുന്ന ചപ്പാത്തി, അവലോസുണ്ട, അട, കൊഴുക്കട്ട തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ്. പൂക്കളോട് ഏറെ ഇഷ്ടമുള്ള ഈ വീട്ടമ്മ ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഒഴിവുവേളകൾ തോട്ടത്തിലെ പൂക്കളെ പരിപാലിക്കാനാണ് ചിലവഴിക്കാറുള്ളത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. വൈകിട്ട് 4-ന് 3 ആനകളുടെ അകമ്പടിയോടെ നടുവിൽ മഠത്തിലേക്ക് ആറാട്ടിനായി പുറപ്പെടും. രാത്രി തിരിച്ചെഴുന്നള്ളിപ്പിന് കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. തുടർന്ന് നടുവിലാലിൽ നിന്ന് 5 ആനകളോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി രമേശ് മേരാർ നയിക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. പുലർച്ചെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയാൽ കൊടിയിറക്കൽ ചടങ്ങുകൾ നടക്കും. ഞായറാഴ്ച 3 ആനകൾ അണിനിരന്ന ശിവേലിക്ക് കൊമ്പൻ തിരുവമ്പാടി അർജുൻ തിടമ്പേറ്റി. കക്കാട് രാജപ്പൻ മരാർ നയിച്ച പഞ്ചാരി മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദോട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. കേരളത്തിൽ ലഹരി ഉപയോഗം മൂലമുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോൾ മദ്യമടക്കമുള്ള ലഹരിക്കെതിരെ വർഷങ്ങളായി സജീവമായി പ്രവർത്തിച്ച് മാതൃകയാവുകയാണ് കുരിയച്ചിറ സ്വദേശി EA ജോസഫും കോട്ടപ്പുറം സ്വദേശിനി മഞ്ജുഷിയടക്കമുള്ള മദ്യവിമോചന പ്രവർത്തകരും. കേരളത്തിൽ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബത്തിലും സമൂഹത്തിലും വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ 45 വർഷമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം മദ്യവിമോചന സമിതി എന്ന സംഘടന രൂപീകരിച്ച് സജീവമായി പ്രവർത്തിച്ചുവരുന്ന വ്യക്തികളാണ്
ഗാന്ധിയനായ ജോസഫും സംഘവും. ഇവരുടെ ശ്രമഫലമായി ഒട്ടേറെ കുടുംബങ്ങളെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനും ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷിക്കാനും സാധിച്ചു. അപ്പന്റെ മദ്യപാനം കാരണം താൻ നേരിടേണ്ടി വന്ന അപമാനം കാരണമാണ് മദ്യമടക്കമുള്ള ലഹരിക്കെതിരെ പൊരുതാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കാൻ കാരണം സർക്കാർ നിലപാടാണെന്നും കഴിഞ്ഞ 9 വർഷമായി സർക്കാർ ലഹരിമുക്ത കേരളത്തിനു വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഒന്നും വിജയം കണ്ടില്ലെന്നും ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണെന്നും ഡി അഡിക്ഷൻ സെന്ററുകളല്ല കൗൺസിലിംഗ് സെന്ററുകളാണ് വേണ്ടതെന്നും ലഹരി വിരുദ്ധ പ്രവർത്തകനും ഗാന്ധിയനുമായ ഇ.എ. ജോസഫ് പറയുന്നു. നമ്മുടെ സർക്കാർ വളരെ ബോധപൂർവം മദ്യത്തെ ലഹരി വസ്തു അല്ലാതെ ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും സമൂഹത്തിലേറ്റു. ലഹരി എന്ന് പറഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ചാൽ, ലഹരി എന്ന് പറഞ്ഞാൽ ലഹരി ഇല്ലാത്തൊരു മനുഷ്യനും ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലും ലഹരി കാണും. നാടകത്തിലോ സിനിമയിലോ പാട്ടിലോ ഈ പരിപാടികളിലോ പ്രവർത്തനങ്ങളൊക്കെ ലഹരി ഉണ്ടായിരിക്കും. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലഹരി പദാർത്ഥം എന്ന് പറയുമ്പോൾ മദ്യം ഉൾപ്പെടെയാണ്. അപ്പോൾ സർക്കാർ മദ്യം വെക്കുന്നത് കൊണ്ട് വളരെ ബോധപൂർവം മദ്യത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്താണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ അറിയാതെ ഏറ്റെടുത്തു കഴിഞ്ഞു ജനം. ഇപ്പം ലഹരിക്കെതിരെ എന്ന് പറയും. ആ പറയുമ്പോൾ മദ്യത്തിന് ഉൾപ്പെടുത്തുന്നില്ല. മദ്യം ഉൾപ്പെടെയാണ്. സർക്കാർ ചെയ്യുന്ന ഈ ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ ഈ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായി മാറിയത്. ലഹരിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ തങ്ങളെ പരിഹസിച്ചവർ ഇപ്പോഴെങ്കിലും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ മഹിമ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഇവർ പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1000-ഓളം സജീവ പ്രവർത്തകരും 32 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുമായി 7000-ഓളം അംഗങ്ങളും ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഇവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം മൂലം കുടുംബങ്ങൾ നശിക്കുകയും കുടുംബം പുലർത്താൻ വീട്ടമ്മമാർ ജോലിക്ക് പോകേണ്ട അവസ്ഥ കാണാനിടയാകുകയും കുട്ടികളടക്കമുള്ള ചെറുപ്പക്കാർ ലഹരിക്കടിമപ്പെട്ട് വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് താൻ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സജീവമായി രംഗത്തിറങ്ങിയതെന്ന് മദ്യവിമോചന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മഞ്ജുഷ രാജേഷ് പറയുന്നു. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണോ നരകത്തിലാണോ എന്നതാണ് നമ്മുടെ ഒരു സംശയം. കാരണം അത്രയും മോശമായ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്ക്. നമ്മുടെ യുവതലമുറ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ, ഇപ്പോഴുള്ള കുട്ടികൾ, ഇനി ജോലി, അതായത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ, ഇവരെല്ലാമാണ് ഇരകളാകുന്നത്. ഈ ഇരകളെ നമുക്ക് സൃഷ്ടിക്കേണ്ട. അതായത് ഒരു രാജ്യത്തിന് വേണ്ടത് പൗരബോധവും വ്യക്തിത്വമുള്ള ഒരു ജനതയാണ്. ആ ജനത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വെറും കൊലപാതകങ്ങളും അക്രമികളുമായി മാറുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ. TCV ന്യൂസ്, തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. നാട്ടികയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി കാമ്പർത്ത് വീട്ടിൽ അഖിലിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഓട്ടോ വിളിച്ചതിന്റെ വാടകയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ അംജിത്തിനെ പ്രതിയെ മർദ്ദിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, പ്രിൻസിപ്പൽ SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിക്കർപടി റോഡിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ വേണുഗോപാൽ പണിക്കർ, സഹോദരൻ രവികുമാർ പണിക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. ചെറുതുരുത്തി SI AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സുമനസ്സുകളുടെ സഹായത്താൽ വിധിയോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കുകയാണ് ചന്ദ്രാപിനിയിലെ വയോധിക ദമ്പതികൾ. ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൗരിയുമാണ് വിധിക്ക് മുന്നിൽ തളരാത്ത മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത്. പപ്പടക്കച്ചവടവും ലോട്ടറി വിൽപ്പനയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹനാപകടത്തോടെയായിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി. 6 വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച പൂർണ്ണമായും ശിവദാസന് നഷ്ടമായി. ഇതിനിടയിൽ 2 പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന ഭാര്യ ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി. 4 വർഷം മരുന്നുകളുടെ സഹായത്താൽ പിടിച്ചു നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതോടെ പണിയും നിലച്ചു. സുമനസ്സുകളുടെ സഹായത്താലാണ് 1 മാസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നത്. വാഹന വാടകയിനത്തിലും മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചിലവാകുന്നത്.
ഇരുവർക്കും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഡയാലിസിസ് കഴിയുമ്പോൾ അതും തികയാതെ വരും. ചേട്ടൻ കണ്ണു കാണാണ്ടായിട്ട് 6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒന്നിനും പറ്റൂല, ആൾ സഹായം വേണം ആൾക്ക് ജീവിക്കണമെങ്കിൽ. എൻ്റെ അത് 4 വർഷമായി കിഡ്നി കംപ്ലൈൻറ്റിന് മരുന്ന് കഴിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഓരോരുത്തരും തന്നിട്ടാണ് ജീവിതം മുന്നോട്ട് പോകണം. ഈ ഡയാലിസിന് പോണത് ഓരോരുത്തർ തന്നിട്ടാണ്. ഇത്രത്തോളം ഇനി പോണെങ്കിൽ വേറെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ. ഇനി എത്ര നാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഇരുവർക്കും അറിയില്ല. കരുണ പറ്റാത്ത മനസ്സുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും. TCV ന്യൂസ്, കയ്പമംഗലം. AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KC ബിജു അനുസ്മരണം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AISF ജില്ലാ സെക്രട്ടറി KA അഖിലേഷ്, GB കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. ബിജു എന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, നേരത്തെ അനുശോചന പ്രമേയത്തിൽ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് എല്ലാ ബഹുജന സംഘടനകളുടെയും സർവസാന്നിധ്യമായി നിന്നിരുന്ന ഒരാൾ നമുക്കിടയിൽ നിന്ന്. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വേനൽച്ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര തേശ്ശേരി കുളമാണ് നവീകരണം പാതിവഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തേശ്ശേരിക്കുളം. ജലസമൃദ്ധമായ തേശ്ശേരിക്കുളം നവീകരിച്ചെടുത്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറും. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഈ കുളം. ഇവിടുത്തെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. കാലാന്തരങ്ങളായി മണ്ണടിഞ്ഞ് മറ്റു പലരും അന്യപ്പെടുകയും ആ കുളം വിസ്മൃതിയിലാവേണ്ടുകയും ചെയ്തു. പിന്നീട് സേവ് വെള്ളിക്കുളങ്ങരൊക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിരന്തരം അധികാരികളുടെ ഇതിൽ ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തി സെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു കുളം കുത്തുകയും ചെയ്തു. കുളം കുത്തി ഇത്രയും ഫണ്ടൊക്കെ ഉപയോഗിച്ചെങ്കിലും ഇന്നും കുടിവെള്ളത്തിനോ കൃഷിക്ക് ആവശ്യമായ ഇവിടുത്തെ ജലം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അരനൂറ്റാണ്ടു മുമ്പ് വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടിവലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരി കുളത്തിലായിരുന്നുവെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇവിടെ പാടങ്ങൾ ഇല്ലാതാകുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരിക്കുളം വിസ്തൃതിയിലായി. ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന ആവശ്യമുയർന്നതോടെ 2 പതിറ്റാണ്ടു മുമ്പ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 3/4 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ സ്തംഭിക്കുകയായിരുന്നു. കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകളില്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടുനിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാകുകയുള്ളൂ. ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ, ഒരു സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കഴുകാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് പറ്റും. തന്നെയുമല്ല, പ്രായം ചെന്ന വയോജനങ്ങൾക്ക് വന്ന് കുറച്ചേരം ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം, മറ്റ് ഉപകരണങ്ങളോടൊക്കെ വെക്കാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ കുളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് 34 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴി ഇല്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല. നേരത്തെ ഉണ്ടായിരുന്ന പൊതുവഴി പുനരുദ്ധരിച്ച് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. TCV ന്യൂസ്, കൊടകര.
ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ വോളണ്ടിയർ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും എല്ലാ വാർഡിലും മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടൂണി അധ്യക്ഷത വഹിച്ചു. ചാക്യാർകൂത്ത് കലാകാരൻ വിൻസെന്റ് കണ്ടംകുളത്തി, ഗാനരചയിതാവ് ആന്റണി കടവി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പാർട്ടി വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ജൂളി ജോൺ, സിന്ധു സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ KY ഷാജു, ട്രഷറർ ഇട്ടൂപ്പ് മാത്യു, സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ ബാലചന്ദ്ര മേനോൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. അഭ്രപാളികളിൽ ദൃശ്യവിസ്മയം തീർക്കാൻ ഹാർക്നെസ് ഹ്യൂഗോ സ്ക്രീനും ക്രിസ്റ്റി RGB ലേസർ 4K പ്രൊജക്ടറുമായി തൃശൂരിന്റെ സ്വന്തം രാഗം തിയേറ്റർ എമ്പുരാനെ വരവേൽക്കാനൊരുങ്ങി. ഏറ്റവും ഗുണമേന്മയോടെ ദൃശ്യശ്രാവ്യാനുഭവം പ്രേക്ഷകരിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ലോകത്തിലെ പ്രമുഖ സ്ക്രീൻ നിർമ്മാതാക്കളായ ഹാർക്കനസിന്റെ ഹ്യൂഗോ സ്ക്രീനും ക്രിസ്റ്റി 4435 RGB ലേസർ 4K പ്രൊജക്ടറും തൃശൂർ രാഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയ രൂപഭംഗിയോടുകൂടിയ ഹാളും ഡോൾബി അറ്റ്മോസ് ശബ്ദവിന്യാസവും പുതുക്കിയ ഇരിപ്പിടങ്ങളുമായി രാഗം തിയേറ്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ടിക്കറ്റ് നിരക്കിൽ ഒട്ടും വർധനയില്ലാതെ തന്നെ വിസ്മയിപ്പിക്കുന്ന സിനിമാനുഭവമാണ് രാഗം കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിലകൊള്ളുന്ന കേരളത്തിലെ ആദ്യത്തെ 70mm തിയേറ്ററായ രാഗം പ്രൊപ്പറേറ്ററും സിനിമാ നിർമ്മാതാവുമായ AK സുനിലിന്റെ നേതൃത്വത്തിൽ അത്യന്താധുനിക ദൃശ്യശ്രാവ്യ സംവിധാനങ്ങളുമായാണ് കാണികൾക്ക് വിസ്മയമേകാൻ ഒരുങ്ങിയിരിക്കുന്നത്. സിനിമാ പ്രേമികളുടെ സൗകര്യത്തിനായി ഓൺലൈൻ, ഓഫ്ലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ്. ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ധനലക്ഷ്മി സെക്യൂരിറ്റീസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം കുന്നത്തുമന ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ AR മേനോൻ റോഡിൽ കുന്നത്തുമന ലൈനിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ധനലക്ഷ്മി സെക്യൂരിറ്റീസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് MDയും CEOയുമായ A ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു. തുടർന്ന് പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടന്ന ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമിൽ ഉദ്ഘാടകനായ A ബാലസുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു. ധനലക്ഷ്മി സെക്യൂരിറ്റീസ് MD R വൈത്തീശ്വരൻ അയ്യർ, ധനലക്ഷ്മി സെക്യൂരിറ്റീസ് ഡയറക്ടർ റിമ കൈലാഷ്, എലൈറ്റ് ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ PS കൃഷ്ണമൂർത്തി, യോഗക്ഷേമം ലോൺസ് ലിമിറ്റഡ് MD ആൻഡ് CEO I ഉണ്ണികൃഷ്ണൻ, ഫോറസ്റ്റ് ബിൽഡേഴ്സ് MD രാജീവ് മേനോൻ, സുന്ദരം മ്യൂച്വൽ ഫണ്ട് മുൻ MDയും CEOയുമായ സുനിൽ സുബ്രഹ്മണ്യൻ, NS വെങ്കിടേഷ്, അരുൺ മോഹൻഡി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എമർജിംഗ് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ് എന്ന വിഷയത്തിൽ വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത പാനൽ ചർച്ചയും നടന്നു. ചടങ്ങിൽ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, ട്രേഡിംഗ്, ഡിജിഗ്രാം തുടങ്ങിയവയാണ് ധനലക്ഷ്മി സെക്യൂരിറ്റീസ് നൽകിവരുന്ന പ്രധാന സേവനങ്ങൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8220 രൂപ, പവന് 65760 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ.
ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്നും സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിമിനലുകളുമായുള്ള ബന്ധം പോലീസ് സേനയ്ക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് നിന്ന് ബുധനാഴ്ച തിരികെ എത്തിക്കുവാൻ നീക്കം. സ്പേസ് എക്സ്ക്രൂ 10 ദൌത്യസംഘം ISS-ൽ പ്രവേശിച്ചു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. ചിറ്റിച്ചേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വിഭാഗം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.